2002 ഇന്ത്യ വിൻഡീസ് ടെസ്റ്റ് സീരീസാണ്. ഇന്നത്തെ പോലെ വിരസമായ കളിയായിരുന്നില്ല അത്. ദുർബലരായ വിൻഡീസുമായിരുന്നില്ല, ശക്തമായ ഒരു നിരയായിരുന്നു അത്. ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുന്ന ടീമായിരുന്നു അന്ന് വെസ്റ്റ് ഇൻഡീസ്. അവരുടെ പ്രതാപം അസ്തമിച്ച് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള താരനിര. ആ സീരീസിൽ ഇന്ത്യയെ വെസ്റ്റ് ഇൻഡീസ് 5 ടെസ്റ്റുള്ള ആ ഒരു പരമ്പരയിൽ 2-1 കീഴ്പ്പെടുത്തുന്നു. ആ ഒരു വിജയത്തിന്, വെസ്റ്റ് ഇൻഡീസിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണക്കാരിലൊരാൾ അവരുടെ മധ്യനിരയിൽ ഇറങ്ങുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു, ഒരു ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻ ആയിരുന്നു. ഒരുപക്ഷെ അയാളായിരിക്കണം ലോക ക്രിക്കറ്റിൽ ഏറ്റവും വിലക്ഷണമായി, ഏതാണ്ട് ഒരു ഓക്വേർഡായി ബാറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റാൻസ് ഉള്ള അയാളെന്ന് ആ സീരീസിൽ പുറത്താകാതെ ആ സീരീസിൽ നേരിട്ടത് 1051 പന്തുകളാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ആ സീരീസിൽ ആകെ നേരിട്ടത് 1477 പന്തുകളാണ്. തൊട്ടടുത്ത കൂടുതൽ പന്തുകൾ നേരിട്ട താരത്തെക്കാൾ ഏതാണ്ട് 300ഓളം, അതായത് 50 ഓവറോളം കൂടുതൽ. ആകെ നേടിയത് 3 സെഞ്ചുറികളും 3 അർദ്ധശതകവും അടക്കം 562 റൺസാണ്. ആ സീരീസിൽ ഏകദേശം 25 മണിക്കൂറോളം പുറത്താകാതെ അയാൾ ക്രീസിൽ ചെലവഴിച്ചു. വെസ്റ്റ് ഇൻഡീസിനെ അന്ന് വിജയത്തിലേക്ക് എത്തിച്ച ആ ക്ഷമയുടെ പര്യായത്തെ ഇന്ന് 3 ദിവസം കൊണ്ട് തന്നെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഈയൊരു മറുത്തൊരു റിസൾട്ട് പ്രതീക്ഷിക്കാത്ത ഈ വിൻഡീസ് നിരയെ കാണുമ്പോൾ ഓർക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പേര് ചന്ദർപോൾ എന്നായിരുന്നു, ശിവനാരായൺ ചന്ദർപോൾ. ഒരു കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ബ്രയാൻ ലാറയ്ക്കൊപ്പം, കാൾ ഹൂപ്പറിനൊപ്പം, രാം നരേഷ് സർവനൊപ്പം, ക്രിസ് ഗെയിലിനൊപ്പം മുന്നോട്ട് നയിച്ച താരം. ഇന്ന് വിൻഡീസിന്റെ ഓപ്പണറും അദ്ദേഹത്തിന്റെ മകനുമായ ടാഗ്നറിനെ കാണുമ്പോഴും, പ്രതാപം ഇല്ലാത്ത വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന താരം ആ മനുഷ്യൻ തന്നെയാണ്. ചന്ദർപോളിനെ തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന മുഖം. ചന്ദർപോൾ എന്ന പേര് ക്രിക്കറ്റ് ലോകത്തിന് അത്ര എളുപ്പത്തിലൊന്നും മറക്കാൻ കഴിയില്ല, ഉറപ്പാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ ക്രിക്കറ്റ് ലോകം കണ്ട മഹാന്മാരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കർ ആവാം, എബി ഡിവില്ലിയേഴ്സ് ആവാം, ഷെയ്ൻ വോൺ ആകാം, ജാക്കസ് ക്വാലിസോ, റിക്കി പോണ്ടിങ്ങോ, രാഹുൽ ദ്രാവിഡും ഒക്കെ ആവാം, ബ്രയാൻ ലാറയും ഒക്കെ ആയിരിക്കും. പക്ഷേ ശിവനാരായൺ ചന്ദർപോളിന്റെ കളി സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചവർക്കും മനസ്സിലാകും അദ്ദേഹവും ഇവരുടെ ഇടയിൽ ഒരു ഇരിപ്പിടം തീർച്ചയായും അർഹിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിനും അവർക്കിടയിൽ തന്നെ ഇരിക്കാം. ഹീ ഷുഡ് ഹാവ് എ സീറ്റ് ദെയർ. മറ്റുള്ള കളിക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു ശിവനാരായൺ ചന്ദർപോൾ. അദ്ദേഹത്തിന്റെ ക്രീസിനോടുള്ള സമീപനവും ഗാർഡ് എടുക്കുന്ന രീതിയും എല്ലാം ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു. പിന്നെ വിഖ്യാതമായ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, അൺഓർത്തഡോക്സ്, നേരത്തെ പറഞ്ഞതുപോലെ വിലക്ഷണമായ ആ ഒരു സ്റ്റാൻഡ്. ഒരുപക്ഷെ സ്ക്വയർ ലെഗ് അമ്പയറുടെ അടുത്തു നിന്നും പന്ത് എറിയുന്നവർക്ക് ഇറ്റ്സ് എ പെർഫെക്റ്റ്ലി ഓർത്തഡോക്സ് സ്റ്റാൻഡ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ലുക്ക് ഒരുപക്ഷെ സ്ക്വയർ ലെഗ് അമ്പയറുടെ നേർക്കായിരിക്കും. അങ്ങനെയുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റാൻഡ്, അതായിരുന്നു ചന്ദർപോളിന്റെ ബാറ്റിംഗ് സ്റ്റൈൽ. അത്രയും അൺഓർത്തഡോക്സ് ആയിരുന്നു, അത്രയും ഓക്വേർഡ് ആയിരുന്നു ഒരു പരിധിവരെ. നോർമൽ സ്റ്റാൻഡിന് ഘടകവിരുദ്ധമായി ക്രീസിൽ നിൽക്കുന്ന ചന്ദർപോൾ പക്ഷേ ഈയൊരു ശൈലി ഉപയോഗിച്ച് തന്നെയാണ് 21 വർഷത്തെ കരിയർ വിൻഡീസിനായി സ്വന്തമാക്കുന്നത്. തൻ്റെതായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ സ്വന്തം പേര് എഴുതി ചേർത്തതുപോലെ നോർമൽ സ്റ്റാൻസ് എടുത്ത് കളിക്കുമ്പോൾ തൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനായി വർഷങ്ങളുടെ കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹത്തിനെ വികസിപ്പിച്ചെടുത്തതായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻസ്. പലപ്പോഴും ഈ ബാറ്റിംഗ് സ്റ്റാൻസും വെച്ച് ഷഫിൾ ചെയ്തുകൊണ്ട് ലെഗ് സൈഡിലേക്കും ഓഫ് സൈഡിലൂടെയുമുള്ള പുഷും കൊണ്ട് 2-3 റൺസുകളൊക്കെ ഓടിയെടുക്കുന്ന ചന്ദർപോളിന്റെ കാഴ്ച നിർലോഭം ആ കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ലാറയ്ക്ക് ശേഷം, ഒരുപക്ഷെ ലാറ ഉള്ളപ്പോൾ തന്നെ പലപ്പോഴും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബാറ്റിംഗ് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ രക്ഷകനായി അവതരിക്കാറുള്ള ഒറ്റ നക്ഷത്രമായിരുന്നു നമ്മൾ കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ചന്ദർപോൾ. ഡൗൺ ഓൺ ഹിസ് നീസ്, ഹാഫ് സ്വീപ്പ് ഹാഫ് പുൾ, ചന്ദർപോൾ ഗോട്ട് അനദർ ബൗണ്ടറി എന്ന് അലറി വിളിച്ചിരുന്ന കമന്റേറ്റർമാർ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിവേഗത്തിൽ പന്തെറിയുന്ന ഫാസ്റ്റ് ബോളർ വരെ, അതായത് ഗ്ലെൻ മെഗ്രാത്ത് ആയാലും, ബ്രെറ്റ്ലി ആയാലും, ഷോയിബ് അക്തർ ആയാലും, ഡെയിൽ സ്റ്റൈൻ ആയാലും മുട്ടിലിരുന്നു കൊണ്ട് സ്ക്വയർ ലെഗിലൂടെ ഫ്ലാറ്റായി നിർഭയം ബൗണ്ടറി ലൈൻ പറത്തി വിട്ടിരുന്നു ഒരു കാലത്ത് ചന്ദർപോൾ. ഇതൊക്കെയും ചെയ്തിരുന്നത് നമ്മളൊക്കെയും അത്ഭുതത്തോടെ കണ്ട ആ ഒരു അൺഓർത്തഡോക്സ് ബാറ്റിംഗ് സ്റ്റാൻസ് കൊണ്ട് തന്നെയായിരുന്നു. ക്രീസിലേക്ക് ചന്ദർപോൾ നടന്നെടുക്കുന്നത് പോലും അടുത്ത പന്തിൽ ഒരുപക്ഷെ താൻ ഔട്ടായേക്കും എന്ന ചിന്തയിലാണെന്ന് തോന്നും ഒരുപക്ഷെ ആ ഒരു വരവ് കാണുമ്പോൾ. ഒട്ടും ആത്മവിശ്വാസമില്ലാതെ കണ്ണിൻ്റെ ചുറ്റും ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുകൊണ്ട് സ്റ്റാൻസ് ചെയ്യുന്ന വിധമൊക്കെ കണ്ടാൽ ബോളറുടെ ആത്മവിശ്വാസമായിരിക്കും ഒരുപക്ഷെ ഉയരുക. പിന്നെ ക്രീസിൽ ബാറ്റ് കൊണ്ട് ഇങ്ങനെ മുട്ടിയിട്ട് ഒരു മരപ്പണിക്കാരനെ പോലെ ഗാർഡ് എടുക്കുന്ന ചന്ദർപോൾ. പിന്നീട് ചന്ദർപോളിന്റെ ഒരു അള്ളിപ്പിടിക്കലുണ്ട് ക്രീസിൽ. മണിക്കൂറുകളോളം ബൗളറുടെ ക്ഷമയുടെ അവസാനത്തെ തുള്ളിയും ഊറ്റിയെടുത്തുകൊണ്ട് കടിച്ചെടുത്തു നിന്നും വിടാതെ നിൽക്കുന്ന ഒരു ചോണൻ ഉറുമ്പ് കണക്കെ ഒരു നിൽപ്പാണ് ചന്ദർപോൾ. ചന്ദർപോളിന് മാത്രം സാധിക്കുന്ന എത്രയെത്ര ജാതി അള്ളിപ്പിടിക്കലുകൾ ആ സമയത്ത് നമ്മൾ ക്രീസിലുള്ള ഈ അള്ളിപ്പിടിക്കലുകൾ കണ്ടതാണ്.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്ത് ഈ കണ്ണുകൾക്ക് താഴെ കാണപ്പെടുന്ന സ്റ്റിക്കറുകൾ അതിലേറെ കൗതുകം പലർക്കും സമ്മാനിച്ചിരുന്നു. ഇതെന്തിനാണെന്ന് അറിയാനായി ആകാംക്ഷയും ഒരുപക്ഷെ നമുക്കൊക്കെയും വന്നിട്ടുണ്ടാകും. യഥാർത്ഥത്തിൽ കണ്ണുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കുറക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ആൻറ്റി ഗ്ലെയർ പാച്ചുകളായിരുന്നു അവ. അതിനാൽ ഫീൽഡിലും ബാറ്റിങ്ങിലും ചന്ദ്രപോൾ ഇത് ഉപയോഗിച്ചിരുന്നു. കനത്ത ചൂടിൽ നിന്നും കണ്ണുകളെ സംരക്ഷിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ 94-ൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ചന്ദ്രപോളിൻ്റെ അരങ്ങേറ്റം. അതിനുശേഷം വിൻഡീസ് ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമായി പെട്ടെന്ന് തന്നെ അദ്ദേഹം മാറുന്നു. ബ്രയാൻ ലാറ എന്ന ഇതിഹാസം ടീമിൽ നിറഞ്ഞു നിന്നപ്പോഴും ദുർബലമായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലായിരുന്നത് പലപ്പോഴും ചന്ദ്രപോൾ തന്നെയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയവരിൽ ലാറയ്ക്ക് 86 റൺസ് മാത്രം പുറകിലാണ് ചന്ദ്രപോൾ ഓട്ടം അവസാനിപ്പിച്ചത്. 21 വർഷം നീണ്ട കരിയർ, 30 ടെസ്റ്റ് സെഞ്ചുറികൾ, 51-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരി, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്ന വിശേഷണം തീർച്ചയായും ചേരും ചന്ദ്രപോളിന്. നേരത്തെ പറഞ്ഞതുപോലെ 2002-ൽ ഇന്ത്യക്കെതിരെയുള്ള സീരീസിൽ പുറത്താകാതെ അദ്ദേഹം 25 മണിക്കൂറാണ് പന്തുകൾ നേരിട്ടത്. 2004-ലും 2007-ലും ഇംഗ്ലണ്ടിനെതിരെ 17 മണിക്കൂറും 2008-ൽ ഓസ്ട്രേലിയക്കെതിരെ 18 മണിക്കൂറും ക്രീസിൽ ഉറച്ചുനിന്ന ചന്ദ്രപോളാണ് 2 പുറത്താകലുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ തവണ ഇത്രയും നേരം ഇത്രയും മണിക്കൂറുകൾ ക്രീസ് കീഴടക്കിയ ഒരേ ഒരു ബാറ്റ്സ്മാൻ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയാർന്ന 6ാമത്തെ സെഞ്ചുറിയും ചന്ദ്രപോളിൻ്റെ പേരിലാണ് എന്നുള്ളത് ചന്ദ്രപോളിൻ്റെ കരിയർ വീക്ഷിച്ചിട്ടുള്ളവർക്ക് ഒരു അത്ഭുതമായി തന്നെ തോന്നേണ്ടതാണ്. ബ്രഡ്ലിയും ജെയ്സൺ ഗില്ലസ്പിയും മഗ്ഗിലും അടങ്ങിയ ഒരു ഓസ്ട്രേലിയൻ ബോളിംഗ് നിരയെ നിഷ്കരണം തകർത്തുവിട്ട ചന്ദ്രപോൾ അന്ന് 69 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. വേഗതയാർന്ന സെഞ്ചുറി. 2008 പോർട്ടോ സ്പെയിനിൽ ശ്രീലങ്കയ്ക്കെതിരെ ജയിക്കാൻ അവസാന 2 പന്തിൽ 10 റൺസാണ് വെസ്റ്റ് ഇൻഡീസിന് വേണ്ടിയിരുന്നത്. 5ാം പന്തിൽ ബൗണ്ടറി നേടിയ ശേഷം ചാമിന്ദവാസിനെ പോലൊരു എക്സ്പീരിയൻസ്ഡ് ബോളറുടെ അവസാന പന്ത് സിക്സറിന് പറത്തി മത്സരം അന്ന് ജയിപ്പിച്ചത് ഇതേ ചന്ദ്രപോൾ ആയിരുന്നു. വെറും ടെസ്റ്റ് ബാറ്റർ എന്ന് മുദ്ര കുത്തപ്പെട്ട ചന്ദ്രപോളിൽ നിന്നുണ്ടായ ഏറ്റവും വിരോധാഭാസമായ 2 ഇന്നിംഗ്സുകളായിരുന്നു ഇവ. വേഗതയാർന്ന സെഞ്ചുറി, അതിനൊപ്പം ചാമിന്ദവാസിനെ സിക്സർ അടിച്ചുകൊണ്ടുള്ള ആ ഒരു വിജയിപ്പിക്കൽ. 51.37 എന്ന ശരാശരിയിൽ 11,867 ടെസ്റ്റ് റൺസ് അദ്ദേഹത്തിനുണ്ട്. ടാഗ്നറൈനെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മകൻ ടാഗ്നറൈനെ കാണുമ്പോൾ, വിൻഡീസിൻ്റെ ഇപ്പോഴത്തെ തകർച്ച കാണുമ്പോൾ തീർച്ചയായും ആ ഒരു വിൻഡീസ് ടീം മിസ് ചെയ്യുന്നത് ഈ മനുഷ്യനെ തന്നെയായിരിക്കും. ശിവ് നാരായൺ ചന്ദ്രപോളിനെ തന്നെയായിരിക്കും, ഉറപ്പാണ്.